ഹലോ ഫ്രണ്ട്സ്, ഈ ഡോപ്പമിൻ ക്രാഷ് എന്ന് കേട്ടിട്ടുണ്ടോ? ഡോപ്പമിൻ എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഈ ഡോപ്പമിൻ നല്ലതാ, നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു ഹാപ്പി ഹോർമോണാണ്. നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹോർമോൺ, പ്രൊഡ്യൂസ് ആവുന്ന ഹോർമോണാണ് ഡോപ്പമിൻ. പക്ഷേ ഗുഡ് തിങ്സ് മാത്രമല്ല, ഇതുകൊണ്ട് കുറച്ച് ബാഡ് തിങ്സും ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പം കണ്ടിന്യൂസ് ആയിട്ട് റീൽസും ഷോർട്സ് ഒക്കെ കാണുന്നില്ലേ? അപ്പോൾ എക്സാമ്പിളിന്, ഇപ്പോൾ ഞാൻ മാലിനെ കുറിച്ചുള്ള റീല് കണ്ടാൽ അടുത്ത ഫുഡിനെ കുറിച്ചായിരിക്കും, അത് കഴിഞ്ഞ് സ്പോർട്സിനെ കുറിച്ചായിരിക്കും, അത് കഴിഞ്ഞ് ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റ്സിനെ കുറിച്ചായിരിക്കും, അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും വ്ളോഗ്സ് ആയിരിക്കും. ഇങ്ങനെ കണ്ട് 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 നമ്മുടെ ബ്രെയിൻ ആദ്യം ഈ മാലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ വേറെ ഒരു സ്പോർട്സിലേക്ക് പോകും. അങ്ങനെ അങ്ങനെ പുതിയ ഇൻസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ഇൻഫർമേഷൻ ബ്രെയിനിലോട്ട് പോയി 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 എന്ന് വെച്ചാൽ ഡോപ്പമിൻ ക്രാഷ് ആണ് സംഭവിക്കുന്നത്. ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെമ്മറി ഇഷ്യൂസ്, മറവി, അതുപോലെ ആങ്കർ ഇഷ്യൂസ്, ആൻസൈറ്റി ഇഷ്യൂസ്. കൊച്ചു പിള്ളേരിലാണെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കില്ല, അതുപോലെ പഠിക്കാനുള്ള താല്പര്യമില്ല, അതുപോലെ അറ്റൻഷൻ സ്പാൻ ബാധിക്കും. എന്ന് വെച്ചാൽ ഒരു കാര്യം, ഇപ്പൊ ഞാനൊക്കെ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡിസ്ട്രാക്ഷൻ കുറവായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു, ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഡിസ്ട്രാക്ഷൻ കുറവായിരുന്നു. നമ്മളിപ്പം ഒരു കാര്യം പഠിക്കും, ഒരു മാക്സിമം ഒരു അരമണിക്കൂറെങ്കിലും സ്റ്റഡി ആയിട്ട് പഠിക്കും. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പൊ അറ്റൻഷൻ സ്പാൻ എല്ലാവർക്കും കുറവാണ്. കാരണം ഈ ബ്രെയിനിലിങ്ങനത്തെ ഡോപ്പമൈൻ ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ അറ്റൻഷൻ സ്പാൻ കുറയുന്നു. അപ്പോൾ ഇതിൽ പറയാനുള്ളത്, പിള്ളേര് മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യാൻ നോക്കണം. എന്ന് വെച്ചാൽ നമ്മളൊരു ജസ്റ്റ് ഒരു ഡ്യൂറേഷൻ സെറ്റ് ചെയ്യണം, ഈ സമയം കഴിഞ്ഞ് നോക്കാൻ പാടില്ല. അതുപോലെ മുതിർന്നവരും, നമ്മളിപ്പോ ഒരു റീല് കണ്ടു, പെട്ടെന്ന് അടുത്ത റീല് മീൻസ് പറ്റുമെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യണം. പെട്ടെന്ന് അടുത്ത റീലിലോട്ട് പോകാൻ പാടില്ല. ജസ്റ്റ് ആ റീലൊന്ന് അനലൈസ് ചെയ്യണം, എന്താണ് കണ്ടത്, ഓക്കെ, എന്നിട്ട് ഒരു 10 to 30 minutes കഴിഞ്ഞ് അടുത്ത റീലിൽ പോകണം. നമ്മളെ ഒരു സമയം സെറ്റ് ചെയ്യണം, ഈ സമയം കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇതിൽ ഇരിക്കില്ല. കാരണം നമ്മുടെ ബ്രെയിനും വീണ്ടും വീണ്ടും പെട്ടെന്ന് നിങ്ങൾക്ക് മാറ്റാൻ പറയത്തില്ല. അത് പെട്ടെന്ന് ഏത് കാര്യവും പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. നല്ല ശീലങ്ങളായാലും ദോഷം ശീലങ്ങളായാലും പെട്ടെന്നൊക്കെ മാറ്റാൻ പറ്റില്ല. അങ്ങനെ ഒരു നമ്മുടെ ഡ്യൂറേഷൻ കുറച്ച് 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 വരാം. എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ന് 2 മണിക്കൂർ കണ്ടുകൊണ്ടിരുന്നാൽ നാളെ 1 മണിക്കൂർ 50 മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ 40 മിനിറ്റ്, അങ്ങനെ കുറച്ച് കുറച്ച് വരാം. പിന്നെ നമ്മളിപ്പോ കിടക്കാൻ പോകുമ്പോൾ, ഞാനും അങ്ങനെയാണ്, സത്യം പറഞ്ഞാൽ ഞാനും അങ്ങനെയാണ്. ഞാൻ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഞാനും മാറ്റത്തിനായി ശ്രമിക്കുന്നു, മാറ്റാൻ വേണ്ടി ഞാനും ശ്രമിക്കുന്നു. കിടക്കാൻ 10 മണിക്ക് കിടക്കുന്ന ആൾക്കാരായിരിക്കും നമ്മൾ മാക്സിമം. പക്ഷെ ഉറങ്ങുന്ന എത്ര മണിക്കായിരിക്കും? 2 മണി 3 മണി. കാരണം ഇങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് സ്ക്രോൾ ചെയ്തോണ്ടിരിക്കല്ലേ. അത് കിടന്നാലും ഈ ഗുഡ് ക്വാളിറ്റി സ്ലീപ്പാണ് നമുക്ക് കിട്ടുന്നത്. അത് ഉറപ്പ് പറയാൻ പറ്റും. ഇത് എല്ലാത്തിനും സത്യം പറഞ്ഞാൽ മുൻപൊന്നും ഡിസ്ട്രാക്ഷൻസ് ഇല്ലായിരുന്നു. ഇപ്പൊ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ആണ്. മുൻപ് പഠിക്കുന്ന സമയങ്ങളിൽ, വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ ഡിസ്ട്രാക്ഷൻസ് കുറവായിരുന്നു. ഇപ്പം ഡിസ്ട്രാക്ഷൻസേ ഉള്ളൂ. അപ്പം നമ്മളെ മൈൻഡിനെ പഠിപ്പിക്കണം, ഇതാണ് നമ്മളെല്ലാവരും ശീലങ്ങളാണ്. നമ്മൾ ശീലിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ബ്രെയിനിനെ പെട്ടെന്ന് മാറ്റാൻ പാടില്ല. അപ്പോൾ ഇതും ഒരു ശീലമാണ്, നമുക്ക് വേണമെങ്കിൽ മാറ്റാം. പക്ഷെ ഇച്ചിരി പാടുന്നേ ഉള്ളൂ, അത് മാറ്റാം. പിന്നെ ഈ ഡോക്യുമെൻ കിട്ടുന്ന റിയൽ കാര്യങ്ങളുണ്ട്. കളിക്കാൻ പോവാം, പാട്ട് പാടാം, ഈ മഴയത്ത് നനയുന്നതൊക്കെ നല്ല ഡോക്യുമെന്റാണ്. മഴയിൽ നനയാം, അതുപോലെ കൊച്ചു പിള്ളേരായി ഇന്ററാക്ട് ചെയ്യാം, നാച്ചുറായിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം, ടൂർ പോവാം. ഇതൊക്കെ നല്ല ഡോക്യുമെന്റ്സ് ആണ്. അപ്പൊ ഈ ഡോക്യുമെന്റ്സ് എന്നൊക്കെ നമ്മളെ ബോഡിയെ റിഫ്രഷ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ.